ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ആയുധ കരുത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമ്മളായിട്ടും കുറേ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നു ബ്രഹ്മോസിന്റെ തന്ത വരുന്നു എന്ന് കേൾക്കുന്നു. എന്താണ്? അതെ, ബ്രഹ്മോസിന്റെ തന്തയാണ് വരുന്നത്. അതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസിന് സാധാരണ ഉള്ള കേപ്പബിലിറ്റിയുടെ 3 ഇരട്ടി അത്രയും പവറോട് കൂടിയാണ് ഒരു ഹൈപ്പർസോണിക് മിസൈൽ വരുന്നത്. സാധാരണ നമ്മൾ ബ്രഹ്മോസിനെ വിളിക്കുന്നത് ഒരു സൂപ്പർസോണിക് മിസൈൽ എന്നാണ്. ഇത് ഹൈപ്പർസോണിക് മിസൈലാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രഹ്മോസിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കും എന്നുള്ളത്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഗംഭീര മിസൈൽ ആണ് വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. വൻ സക്സസ് ആണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. ഇതിന്റെ പേര് പ്രോജക്റ്റ് വിഷ്ണു എന്നാണ്. വിഷ്ണുവിന്റെ സ്വഭാവം അറിയാലോ. വിഷ്ണു എന്താ ഈ പറയുന്ന എല്ലാം സ്ഥിതി ചെയ്യുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്ന, പരിപാലിക്കുന്ന ഭഗവാനാണ്. പക്ഷെ ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഹാരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സർവനാശം എടുത്തിട്ടേ ഭഗവാൻ അടങ്ങുകയുള്ളൂ. നരസിംഹമൂർത്തി നമുക്കറിയാമല്ലോ. തൂണിലുണ്ടോ എന്ന് ചോദിച്ചു, അവിടുന്ന് വന്നു. അതുപോലെയാണ് ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈലും. വിഷ്ണു എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരും? തൂണ് പൊളിച്ചു വരും, ആകാശത്ത് നിന്ന് വരും, കടലിൽ നിന്ന് വരും, കരയിൽ നിന്ന് വരും, എങ്ങനെയും വരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ വലിയ തോതിൽ ഭയക്കുന്നു. ആരൊക്കെ ഭയക്കുന്നു എന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഇത് അമേരിക്കയ്ക്ക് ഈ സാധനമുണ്ട്. അതായത് ഹൈപ്പർസോണിക് മിസൈലുണ്ട്, ക്രൂയിസ് മിസൈലുണ്ട്, ഈ പറയുന്ന റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. ഇത് ഈ ക്ലബിലേക്ക്, അടുത്തൊരു എലൈറ്റ് ക്ലബിലേക്ക് കയറാൻ കഴിവുള്ള മറ്റൊരു രാഷ്ട്രം ഇന്ത്യ മാത്രമാണ്. അപ്പൊ ഇന്ത്യ അവിടെ ഈ കാലെടുത്ത് വയ്ക്കുന്നു. ഇത് ആർക്കാണ് ഭീഷണി എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് റഷ്യക്ക് എന്തായാലും നമ്മുടെ ശത്രുരാജ്യം ഇല്ലാത്തത് കൊണ്ട് അവരുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പ്രശ്നമുള്ള ഒരാൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്, അത് ചൈനയാണ്. ചൈനയുടെ PL-15 അടക്കമുള്ള പൊട്ടാസ് മിസൈലുകൾ പാകിസ്ഥാന് കൊടുത്തിട്ട് നമ്മളെ അടിക്കാൻ നോക്കി. എവിടെ? ഇത് വല്ലതും നടന്നോ? എല്ലാം ചീറ്റിപ്പോയി. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ആകാശവും അഗ്നിയും ബ്രഹ്മോസും കിർണ ഹിൽസ് നമ്മൾ അടിച്ച് തകർത്തു. പാകിസ്ഥാന്റെ സ്റ്റോക്ക് പൈൽസ്, നമ്മൾ ഇന്ത്യ ഇപ്പോഴും പറയുന്നില്ല നമ്മളാണ് കിർണ ഹിൽസ് തകർത്തത് എന്നുള്ളത്. ഇന്ത്യ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവിടെ അവരുടെ പാകിസ്ഥാന്റെ സ്റ്റോക്ക് പൈൽസ് ഉണ്ടായിരുന്നു, ആണവ സ്റ്റോക്ക് പൈൽസുകൾ എല്ലാം. അവരുടെ ആണവ വികിരണമൊക്കെ വന്നു. അവരുടെ ഈ പറയുന്ന നമ്മുടെ ഇപ്പം നമുക്കറിയാമല്ലോ, ഇറാനിലെ ആക്രമിച്ചതുപോലെ ബോംബറുകൾ പോയി ഈ പറയുന്ന പോലെ ഗ്രാവിറ്റി ബോംബുകൾ ഇട്ട്, ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടതുപോലെ അതിനോളം തന്നെ കരുത്തുള്ള നമ്മുടെ ബ്രഹ്മോസുകൾ ചെന്ന് പതിച്ചതോടുകൂടി തന്നെ കിർണ ഹിൽസിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അഗ്നിയുണ്ട്, നമ്മൾക്ക് പൃഥ്വിയുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ തന്നെ അടുത്ത് വരുന്നുണ്ട്, ഭാർഗവാസ്ത്ര വരുന്നുണ്ട്. ഭാർഗവാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. അത് നമ്മൾ ലഡാക്കിൽ കൊണ്ടുപോയാൽ പരീക്ഷിച്ചത്. ഇനിയിപ്പോ അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻസ് വരും. ഈ പറയുന്ന ആകാശിന്റെ തന്നെ NG വരുന്നുണ്ട്, ന്യൂ ജനറേഷൻ. ബ്രഹ്മോസിന്റെ NG വരുന്നുണ്ട്, ന്യൂ ജനറേഷൻ വരുന്നുണ്ട്. അപ്പോ ഇതെല്ലാം ഇങ്ങനെ വരാനിരിക്കെ ഓരോന്നായിട്ട് നമുക്ക് അറിയാലോ, ഭഗവാൻ ശിശുപാലനെ കൊല്ലാൻ നേരത്ത് പറഞ്ഞ 101 തവണ എണ്ണുമല്ലോ, അത് കഴിഞ്ഞ്. അപ്പൊ ഓരോ തവണയും കയ്യിലേക്ക് വരുന്ന ആയുധമുണ്ട്. അപ്പൊ അതുപോലെ പാകിസ്ഥാനും ചൈനയും ഒക്കെ ഇന്ത്യക്കെതിരെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇന്ത്യയുടെ ആയുധ കരുത്ത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്തായാലും അവരുടെ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും വേണം. നമ്മൾ എന്താണ് ചെയ്തത്? പാകിസ്ഥാന്റെ ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്തു. പാകിസ്ഥാന്റെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. അവരുടെ റഡാർ സിസ്റ്റം, ഈ പറയുന്ന ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇവരുടെ എയർപോർട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ തകർത്തത്, സൈനിക എയർപോർട്ടുകൾ. അപ്പം നമ്മൾ അതൊക്കെ തകർക്കാൻ ഉപയോഗിച്ച നമ്മുടെ ഈ കയ്യിലുള്ള ക്രൂയിസ് മിസൈലുകളാണ്, ഈ പറയുന്ന സൂപ്പർസോണിക് മിസൈലാണ്. അവിടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഹൈപ്പർസോണിക്കിന്റെ ആക്രമണ ശേഷിയിലേക്ക് കൊണ്ടുവരാനാണ്. അതിന്റെ പരീക്ഷണമാണ് വിജയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ ഈ പറയുന്ന ബ്രഹ്മോസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 500-600 അതിനകത്ത് വരുന്നതാണ്. അതിന്റെ അപ്ഗ്രേഡഡ് വെർഷൻ ഏതാണ്ട് 800-850 കിലോമീറ്റർ വരും. പക്ഷേ ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോജക്റ്റ് വിഷ്ണുവിന്റെ ഭാഗമായിട്ടുള്ള പുതിയ മിസൈൽ, ഹൈപ്പർസോണിക് മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ്. 1500 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ശേഷിയാണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഏതാണ്ട് 2000-2500 വരേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യും. കാരണം നമ്മളെപ്പോഴും ആയുധം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി കുറച്ചേ പറയുള്ളൂ.
കാരണം ശത്രു നമ്മളുടെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനൊപ്പമാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത്, ഹൈപ്പർസോണിക് മിസൈലിന്റെ കപ്പാസിറ്റി കൂട്ടാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേലോഡാണ്. ഇതിന്റെ പേലോഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 1000 മുതൽ 2000 കിലോ വരെ വെടിമരുന്ന് കൊണ്ടുപോകും. നമുക്കൊരു വലിയ ഒരു 100-100 മീറ്റർ വ്യാസത്തിലുള്ള സ്ഥലത്തൊക്കെ, ഒരു 50 മീറ്റർ എങ്കിലും വ്യാപ്തിയുള്ള ഒരു സ്ഥലത്തൊക്കെ സ്ഫോടനം നടത്താനായിട്ട് 1 കിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോ പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ്സ് മതിയാവും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പറയുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന വമ്പൻ ആയുധം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ 1000-2000 കിലോ എക്സ്പ്ലോസീവ്സ് ഒക്കെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനം പിന്നെ ഉണ്ടാവില്ല. ആ രീതിയിൽ തകർക്കാൻ, ഇഞ്ച് ബൈ ഇഞ്ച് ബേൺ ചെയ്ത് കളയാനായിട്ട് കഴിയുന്ന അത്രയും കരുത്തുള്ള ഒരു ആയുധമാണ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യം, ഫ്രാൻസിന്റെ കയ്യിൽ പോലും ഇല്ല എന്ന് ആലോചിച്ചോളൂ. ഫ്രാൻസ് എന്ന് പറയുന്നത് വലിയ കരുത്തുള്ള രാജ്യമാണ്, സൈനിക കരുത്ത്. അവിടെയാണ് ഇന്ത്യ ഈ പറയുന്ന ചടുലമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ, നമ്മുടെ മിസൈൽ ടെക്നോളജിയിൽ നമ്മൾ വലിയ മുന്നിലാണ്. ആ മിസൈൽ ടെക്നോളജി നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം ആയാലും ശരി തന്നെ, അതുപോലുള്ള ഓരോ സാങ്കേതിക വിദ്യകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പോലുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞർ നമുക്ക് സംഭാവന ചെയ്തതാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഈ പറയുന്ന പുതിയ പുതിയ പ്രൊപ്പൽഷൻ എഞ്ചിനുകളൊക്കെ കൊണ്ടുവന്ന് പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കി വലിയ രീതിയിലുള്ള വികസനം നടത്തി ISRO ഈ പറയുന്ന മറ്റു രാജ്യങ്ങളുടെ, വികസിത രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഏതാണ്ട് 100% സക്സസ് ആണ് നമുക്ക് ഇന്ത്യക്കുള്ളത് ISROയുടെ വിക്ഷേപണത്തിൽ. അതുപോലെയാണ് നമ്മളുടെ മിസൈൽ ടെക്നോളജി. മിസൈൽ ടെക്നോളജി തന്നെയാണല്ലോ അവിടെ ഉപയോഗിക്കുന്നത്, റോക്കറ്റുകളിലേക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബഹിരാകാശ വാഹനങ്ങളിൽ, ബഹിരാകാശത്തേക്ക് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന ലോഞ്ച് വെഹിക്കിൾസിലുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലത്തെ മിസൈൽ ടെക്നോളജിയുടെ വലിയ കരുത്തുണ്ട്. ആ കരുത്ത് ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിസിഷൻ സ്ട്രൈക്കാണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഒരു കേന്ദ്രത്തിൽ തന്നെ അടിക്കുക എന്നുള്ളതാണ്. അതായത് ഇറാൻ പ്രസിഡന്റിനെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് വാർത്ത വന്നിരുന്നു. അന്ന്, അതായത് ജൂൺ 16-നാണ് ഈ ആക്രമണം നടന്നത്. അന്ന് എങ്ങനെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇറാൻ പ്രസിഡന്റ് താമസിക്കുന്ന, ഇല്ലെങ്കിൽ അയാൾ അന്ന് ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങിന്റെ വാതിലുകൾക്ക് നേരാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ വാതിലുകൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അടഞ്ഞു പോകും, അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴും. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതോടുകൂടി അവിടെ ശ്വാസം മുട്ടി ഈ മിസൈലിൽ നിന്ന് വരുന്ന വിഷവാതകമൊക്കെ ശ്വസിച്ച്, ഈ ബേൺ ചെയ്ത വിഷവാതകമൊക്കെ ശ്വസിച്ച് അവിടെ കിടന്നിട്ട് മരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവിനെ ഇവർ കൊന്നത്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന വധിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറയുന്നത്. പക്ഷെ അവിടെ രഹസ്യവാതിലും ഒരു രഹസ്യ വഴിയും ഉണ്ടായിരുന്നതുകൊണ്ട് അതിലൂടെ ഇറാൻ പ്രസിഡന്റ് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ സ്ട്രൈക്കാണ്. വാതിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. വാതിൽ തകർത്ത് രക്ഷപ്പെടാനുള്ള മാർഗം അടയ്ക്കുക എന്നുള്ളത്. അത്രയ്ക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് ആക്രമണം നടത്താനുള്ള ശേഷിയാണ് പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കൃത്യം പോയിന്റിൽ അടിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എവിടെയാ കിർണ ഹിൽസിൽ സ്ഫോടനം നടന്നപ്പോൾ എവിടെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിർണ ഹിൽസിൽ ഈ പറയുന്ന ആണവ കേന്ദ്രത്തിന്റെ ഡോറിലേക്കാണ്, അതിന്റെ വാതിലിലേക്കാണ്, പ്രവേശന കവാടമാണ് തകർത്തത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിസിഷൻ സ്ട്രൈക്കുകൾ നടത്തുന്നതോടുകൂടി തന്നെ ശത്രുവിന് പലായനം ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ല. അപ്പോൾ അങ്ങനെ, അതായത് ഇപ്പോൾ റഡാർ, ഒരു സൈനിക താവളത്തിൽ ഒരു റഡാർ സ്ഥാപിച്ചിരിക്കുന്നു. ആ റഡാറിൽ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുക, അവിടുത്തെ ആൾക്കാരെ കൊല്ലാൻ പാടില്ല. ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട് ഈ ആയുധത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ആയുധ കരുത്ത് ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും നൂതനമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പറയുന്ന S-500 പോലുള്ള ടെക്നോളജിയിലേക്ക് കടക്കുകയാണ്. റഷ്യയ്ക്ക് ഒപ്പം നിന്നിട്ടാണ്. ഇന്നലെ വാർത്ത വന്നിരിക്കുന്നു, രാജ്നാഥ് സിംഗ് ഈ പറയുന്ന ആദ്യ ബാച്ച് AK-203 അത് സൈനികർക്ക് കൈമാറാനുള്ള ഉത്തരവ് കൊടുക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ അസോൾട്ട് റൈഫിളുകളുടെ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയ സൈനിക ശേഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ, അതായത് നമ്മളുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്, ഇത് ആയുധ വിൽപ്പന ഏതാണ്ട് 50,000 കോടിയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അനുമാനം വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേക്ക് വരെ
എത്താനുള്ള സമീപ ഭാവിയിൽ, അധികം ദൂരമില്ലാതെ സമീപ ഭാവിയിൽ തന്നെ അതിന്റെ ഇരട്ടിയോളം 1,00,000 കോടിയോ അതിന് മുകളിലേക്കോ ഒക്കെ നമ്മളുടെ ഈ ആയുധ വിൽപ്പന കടക്കാറുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന്റെ ഒരു വലിയ കണ്ടുപിടുത്തത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതാ ഹൈപ്പർസോണിക് മിസൈൽ കണ്ടുപിടിച്ചിരിക്കുന്നു, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അപ്പൊ ഇന്ത്യയുടെ സുപ്രധാന കണ്ടുപിടുത്തം, സുപ്രധാന നീക്കം ഒരു വലിയ കരുത്തിന്, ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയാം.